സംസ്ഥാനത്തെ ചില്ലറ വിൽപ്പന വർദ്ധിപ്പിക്കാൻ പ്രാദേശിക തലത്തിൽ ചില്ലറ വിൽപ്പന മേഖലകൾ വികസിപ്പിക്കണമെന്നും കേരളത്തിലേക്ക് കൂടുതൽ FMCG ഉൽപാദക കമ്പനികളെ എത്തിക്കാൻ ശ്രമിക്കുകയാണെന്നും വ്യവസായ മന്ത്രി പി രാജീവ്. കേരള ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വാണിജ്യ വ്യവസായ വകുപ്പ് വിളിച്ചു ചേർത്ത FMCG മേഖലയിലെ ബഹുരാഷ്ട്ര കമ്പനികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വാണിജ്യ ചില്ലറ വ്യാപാര മേഖലയ്ക്കായി സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന സമഗ്ര വാണിജ്യ നയത്തിന്റെ കരട് തയ്യാറാക്കുവാൻ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ യോഗം സംഘടിപ്പിച്ചത്. കരട് തയ്യാറാക്കുവാൻ 2 ആഴ്ചയ്ക്കുള്ളിൽ വാണിജ്യ മേഖലയിലുള്ളവർക്ക് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകാം. ഇതിനായി പ്രത്യേകം വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കും. സംസ്ഥാന സർക്കാരിന്റെ സംരംഭക വർഷം പരിപാടിയുടെ ഭാഗമായി 2.64 ലക്ഷം പുതിയ സംരംഭങ്ങളാണ് സംസ്ഥാനത്തുണ്ടായത്. 16,800 കോടിയിലധികം രൂപയുടെ നിക്ഷേപവും 5.6 ലക്ഷം തൊഴിൽ അവസരങ്ങളും ഇതിലൂടെ ഉണ്ടായി. ഇവയിൽ 1.17 ലക്ഷം സംരംഭങ്ങളും 7,100 കോടിയിലധികം രൂപയുടെ നിക്ഷേപവും ചില്ലറ മൊത്ത വ്യാപാര മേഖലയിൽ നിന്നാണ്. 2.21 ലക്ഷം തൊഴിലാണ് ഈ മേഖലയിൽ പുതിയതായി സൃഷ്ടിക്കപ്പെട്ടത്. മാറുന്ന കാലത്തെ വ്യാപാര ആവശ്യങ്ങൾ കണക്കിലെടുത്ത് ഈ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതിന് സർക്കാർ വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റിന് കീഴിൽ പ്രത്യേക വാണിജ്യ വിഭാഗം രൂപീകരിച്ചിട്ടുണ്ട്. വാണിജ്യ മേഖല ഉൾപ്പെടെയുള്ള MSMEക്കായി എല്ലാ ജില്ലയിലും MSME ക്ലിനിക്, ഇൻഷുറൻസ്, സൗജന്യ കോസ്റ്റ് അക്കൗണ്ടിംഗ് സേവനം തുടങ്ങിയ വിവിധ സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. സമഗ്ര ലോജിസ്റ്റിക് നയരൂപീകരണം അവസാന ഘട്ടത്തിലാണ്. വിഴിഞ്ഞത്ത് പ്രത്യേക ലോജിസ്റ്റിക് ഇടനാഴി സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു.